ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളെല്ലാവരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുകയാണല്ലോ. ഈ മനോഹര ദിനത്തിൽ നമുക്കിവിടെ ഒരുമിച്ച് കൂടാൻ അനുഗ്രഹം നൽകിയ റബ്ബിനെ ഞാൻ ആദ്യമേ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. കുട്ടികളെ പഠിപ്പിച്ച മുത്തുനബിയുടെ വാക്കുകൾ പാലിക്കപ്പെടാതെ ഗാസയിലും പലസ്തീനിലും എത്രയെത്ര കുഞ്ഞുങ്ങളാണ് ദിവസവും പിടഞ്ഞു വീണ് മരിക്കുന്നത്. യുദ്ധവും പട്ടിണിയും മൂലം ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചുകൊണ്ടിരിക്കുന്നു. കൂട്ടുകാരെ, നമുക്ക് ഉപ്പയും ഉമ്മയും കൂട്ടുകാരും കുടുംബക്കാരും ഉസ്താദുമാരും എല്ലാവരും ഉണ്ട്. എന്നാൽ യുദ്ധത്തിൽ എല്ലാവരും നഷ്ടപ്പെട്ട് ആരോരുമില്ലാതെ അനാഥകളായ നമ്മളുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു മാത്രമേ ആശ്രയമുള്ളൂ. നമ്മളുടെ സഹോദരങ്ങളെ കൊന്നെടുക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ കൂട്ടുകാരെ, യുദ്ധത്തിൽ മുത്തുനബിയോട് പറഞ്ഞത് കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും ഉപദ്രവിക്കരുത്, ആരാധനാലയങ്ങൾ നശിപ്പിക്കരുത്, മരങ്ങളും ചെടികളും നശിപ്പിക്കരുത്. എന്നാൽ ഇന്ന് പലസ്തീനിൽ നടക്കുന്ന യുദ്ധത്തിൽ ഈ നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെടുന്നു. കുട്ടികൾ പോലും സുരക്ഷിതരല്ല. പള്ളികളും സ്കൂളുകളും ആശുപത്രികളും തകർക്കപ്പെടുന്നു. നിരപരാധികളായ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു. ഇത് നമ്മളുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. മുത്തുനബി പഠിപ്പിച്ചത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പാഠങ്ങളാണ്. ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്നത് ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നതിന് തുല്യമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ജാതിമതവർഗ വ്യത്യാസമില്ലാതെ മനുഷ്യരെ ഒന്നായി കാണണമെന്ന് പഠിപ്പിച്ച മുത്തുനബിയുടെ മാതൃക പിൻപറ്റുന്ന നമുക്ക് ഏറ്റവും ഉത്തമമായ മാതൃകയാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് നമ്മെ കാണിച്ചു തന്നത്. ഇതര മതത്തിൽപ്പെട്ട നിമിഷപ്രിയ എന്ന സഹോദരി യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു കിടക്കുന്നത് നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണല്ലോ. കേന്ദ്ര സർക്കാർ പോലും അവരുടെ ജന്മദിനത്തിന് വേണ്ടി പരിശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. അവിടെയാണ് നമ്മളുടെ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് ഇടപെടുകയും വധശിക്ഷ നിർത്തലാക്കുകയും ജയിൽ മോചന ശ്രമങ്ങൾ സാധ്യമാക്കുകയും ചെയ്തത്. കുട്ടികളുടെ കൂട്ടുകാരനായ മുത്തുനബിയുടെ മാതൃകയെ പറ്റി നമ്മൾ എഴുതേണ്ടതുണ്ട്. അനാഥരായ കുട്ടികളുടെ മുന്നിൽ വെച്ച് സ്വന്തം കുട്ടികളെ പിന്തുണയ്ക്കണമെന്ന് പഠിപ്പിച്ച നബിയേക്കാൾ വലിയ അധ്യാപകനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് OV വിജയൻ എന്ന സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികളാണ് ഭാവി ലോകത്തെ നിയന്ത്രിക്കുന്നവർ. അവർക്ക്